ഗൈസ് ആരെയാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. എന്തിനൊക്കെ താങ്ക് യു അറിയാം. നിക്കോലെ പറഞ്ഞു പോയിട്ട് വരാം. ഓക്കേ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നിങ്ങൾ തമ്പലൈനൊക്കെ കണ്ട പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞാനും ആരെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളിവിടെ അഗാസ് എയർലൈൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ക്യാബിൻ ക്രൂ ആയിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൺലൈനിലായി അപ്ലൈ ചെയ്ത സമയത്ത്. അപ്പം ക്ലാസ്സിൽ എനിക്കും ആർക്കും മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം തന്നെ പെട്ടിയും കിടക്കും പാക്ക് ചെയ്തിട്ട് വന്നു. അറിയാമല്ലോ, അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമുക്ക് സെലക്ഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പം അതിനായിട്ട് വന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പോരുന്ന സമയത്ത് പറയാഞ്ഞത്. നൗ നമ്മളിപ്പോൾ ഉള്ളത് കറൻ്റ് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇന്ന് ആര്യക്ക്, അതായത് 15-ാം തീയതി ആര്യക്കാണുള്ളത്. നാളെയാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത്. ഇന്ന് നമ്മളുടെ ബാംഗ്ലൂരുള്ള പ്രൈഡ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ആര്യക്ക് ഇൻ്റർവ്യൂ. സെയിം സ്ഥലത്ത് എനിക്ക് നാളെ 11 മണിക്കാണ് ഇൻ്റർവ്യൂ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഗായ്സ്. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. നമ്മൾ അത്യാവശ്യം നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ജോബായി. ഇനി കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, നമ്മൾ കിട്ടുന്ന വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വ്ളോഗ് ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ റൂമും കാര്യങ്ങളൊക്കെ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ. ഇന്നലെ നമ്മളൊരു 5:30, ഇന്ന് 5:30 ആയപ്പോഴാണ് നമ്മൾ ബാംഗ്ലൂരിൽ എത്തണേ. വന്നപ്പോൾ തന്നെ നമ്മൾ റൂം ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ ഒന്ന് ഉറങ്ങി എണീക്കുകയാണ്. 11 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് പുറത്ത് വേണം പ്രിൻ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ. ദെൻ വന്നിട്ട് വേണം ആദ്യക്ക് മാറ്റി ഒരുങ്ങി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. സോ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, നമുക്ക് പല്ല് തേക്കാം. ഗൈസ്, ഇതാണ് നമ്മളുടെ റൂം. നമുക്കൊന്ന് മാറ്റി വേഗം റെഡി ആവാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം നമ്മൾ ചായ കുടിക്കണം എല്ലാവരും. ഗൈസ്, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇതെന്താ, മസാല ദോശ, 2 തുളയുള്ള വട, 3 ഉണ്ട് ഓൾറെഡി. ഒന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചാട്ടോ. പിന്നെ ചട്നി, ഇതെന്താ സാമ്പാർ, പിന്നെ അതെന്താ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ട് ഗായ്സ്. ഇവിടെ എൻ്റെ പ്ലേറ്റിൽ കൈയിട്ട് വാരും. നിങ്ങൾക്ക് ഗ്യാസ് കുറവോട് അങ്ങനെ കഴിച്ചോ കൊള്ളാവോ? സംബന്ധം അറിയാം. നെയ് റോസ്റ്റ് പറഞ്ഞേ, നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് അതിൽ മസാല വെച്ച് കോഴിക്കോട്. പഠിക്കുവാണോ കൊച്ചേ? എക്സൈറ്റഡ് ആണോ? ഞാനിവിടെ സന്തോഷിച്ചിരിക്ക. കാരണം എന്റെ ഇന്റർവ്യൂ നാളെയാണ്. ഓളൊന്ന് ടെൻഷൻ ആവട്ടെ ഗൈസ്. ഞാൻ നാളെ ടെൻഷൻ ആവാം. നമ്മൾ മേക്കപ്പിലാണ് അല്ലേ ആര്യ? അങ്ങനെ നായടല്. ഓക്കെ. ആളിവിടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ആക്ച്വലി പ്രൊഡക്റ്റ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ആദ്യം ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തൊക്കെ ഒന്ന് കവർ ചെയ്താൽ സെറ്റായി. കവറേജ് ഉണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിലുള്ള ഒരുക്കി തരാന്ന് പറഞ്ഞു. നാക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാ. ഒരുക്കി തരാന്ന് പറഞ്ഞിട്ടോ. ഓളെ പ്രൊഡക്റ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇട്ടെടുത്തു. ഗൈസ്, ആരെയാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഓക്കെ അല്ലേ മേക്കപ്പ്? ഇനി ഹെയർ നമുക്ക് അതുപോലെ സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ മാറ്റി ഒരുങ്ങി ആരെ ഇന്റർവ്യൂവിന് പോവാൻ പോവാണ്. ഇതാണ് ആര്യന്റെ കോസ്റ്റ്യൂം. ആരെയാ എന്താ പറയാനുള്ളത്? പോയിട്ട് വരാം. നല്ല ടെൻഷൻ ഉണ്ട്. മുഖത്ത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ബ്ലെൻഡ് ആക്കിയിട്ടില്ലേ ജി? പാച്ച് വെച്ചായിട്ടുണ്ട്. നിങ്ങൾ പോയിട്ട് വരാം. ചാച്ചാ. ഞാൻ പറഞ്ഞു ഫോട്ടോ പിടിക്കാനുള്ള തിരക്കിലാണ്. നേരം വൈകി. സോ
സോ ഇന്റർവ്യൂവിന്റെ കാൻഡിഡേറ്റ്സിനെ മാത്രമേ അകത്തോട്ട് കയറ്റി വിടുള്ളൂ. ഞാനിവിടെ ഇരിക്കുകയാണ് ഗായ്സ്. ഇന്റർവ്യൂവിനെ പറ്റി പറയുക. അബൌട്ട് യുവർ ഇന്റർവ്യൂ, വാട്ട്സ് ദ എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു, നല്ല ഇന്റർവ്യൂ ആയിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ആണല്ലോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ഇന്റർവ്യൂ ഒന്നുകൂടി ബെറ്റർ ആക്കണം. ഇന്റർവ്യൂ കഴിഞ്ഞു. ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇന്റർവ്യൂ കഴിഞ്ഞു. നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഞങ്ങളിപ്പോൾ തിരിച്ച് റൂമിന്റെ താഴത്തുള്ള ഹോട്ടലിലേക്ക്, ഇവരുതാണ് കേട്ടോ ഹോട്ടൽ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിക്കാണ്. ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ കുഞ്ഞിലെ എങ്ങാനും ആണ് ഫുഡ് ഇവിടുത്തെ കഴിച്ചിട്ടുള്ളത്. ഇപ്പം ഒന്നും കൂടെ നമുക്ക് കഴിച്ചു വെക്കാം കേട്ടോ. കഴിച്ചോളിട്ടോ. ബിരിയാണി നമ്മള് റൂമിൽ കയറി മാറ്റി കഴിഞ്ഞ് നമ്മളിപ്പോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാൻ നിൽക്കാണ്. ഷോപ്പിംഗ് എല്ലാം വെറുതെ തെണ്ടാൻ ഇറങ്ങാൻ, നാളെ നമ്മള് പോവല്ലോ. അപ്പൊ വെറുതെ തെണ്ടാൻ ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് മജസ്റ്റിക്കിലോട്ട് പോവാണ്. അവിടെ കുറെ എന്താ പറയാ, എന്താ പേര്, മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടോ. അപ്പൊ ഞാൻ ബ്ലറായി. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആരും നല്ല മോഡേണായി സെസ്കി ആയിട്ടുണ്ട്. സോ ഗായ്സ് നമുക്കിനി പോവാം. നമ്മൾ നാളെ രാവിലെ എൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ജാൻതാഹെ അങ്ങനെയാണ്. ഹലോ ഗായ്സ്, നമ്മൾ ഊബറിൽ നമ്മൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോ നമുക്ക് കിട്ടിയില്ല കേട്ടോ. ലാസ്റ്റ് നമ്മൾ ക്യാബിനെ ബുക്ക് ചെയ്തു. സോ ഇനി നമുക്ക് മജസ്റ്റിക്കിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്ക് പോവാട്ടോ. ഇവിടെ എല്ലാം ഫാസ്റ്റ് ആണ്. നമ്മളടുത്ത് പോലല്ല. ഇപ്പൊ ഫുഡാണെങ്കിലും ആണെങ്കിലും ഒക്കെ എന്തോ ഒരു നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പൊ ഫോൺ എടുക്കുക, ആപ്പ് എടുക്കുക, ബുക്ക് ചെയ്യാം. ഫുഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണെങ്കിലും. ഇപ്പോൾ മെഡിസിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാമാർട്ട് ഉണ്ട്. ഭയങ്കര അപ്ഡേറ്റഡ് ആയി ഗായ്സ്. നമ്മളെ നാട് ഭയങ്കര, നമ്മളെ ലോകം ഭയങ്കര അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് പോയിട്ട് വരാം. എവിടെ പോയാ? മജസ്റ്റിക് ഫോർ ഷോപ്പിങ്ങിന് എന്താ മേടിക്കാം? എന്തെങ്കിലും ഡ്രസ്സൊക്കെ കുറച്ച് ചീപ്പായിട്ട് കാണാൻ മേടിക്കണം. പിന്നെ മേക്കപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് മേടിക്കുള്ളൂ. കാരണം അതൊന്നും ചീപ്പായിട്ട് മേടിച്ചിട്ട് കാര്യമില്ല. അപ്പം അത് നോക്കണം. അത് നമുക്ക് പോയിട്ട് വരാം. സോ നിങ്ങൾ ബാക്കി കണ്ടോളി, ഞാൻ ഇങ്ങൊന്നും പറയില്ല. Spotted in Majestic. അതെടാ ഡബിൾ ബസ്. അത് നമ്മള് വന്ന ബസ്സല്ലേ? ഈ ഫുണ്ട ബസ് എന്താ ഷോളൊന്നും ഇല്ലാണ്ട് പാന്റും ടോപ്പും മാത്രമായിട്ട് ഇടാൻ പറ്റണുണ്ടാവില്ല. ലൂസായിട്ട് സാരിയാണ് ഇട്ട് എടുക്കാറ്. ശാസ്ത്രങ്ങളൊക്കെ ഒരു പൂതി പറഞ്ഞു വേണ്ട. ഭംഗിയുണ്ട്, പക്ഷെ അതിനേക്കാളും ഒരു സ്റ്റാൻഡേർഡ് അല്ലേ. പിന്നെ ബട്ടർഫ്ലൈ ഇതൊക്കെ ഉണ്ടോ? അതൊക്കെ സ്വർണ്ണക്കടായിരിക്കും അല്ലേ. കഴിഞ്ഞു. മേ ബി നെക്സ്റ്റ് ടൈം ഗൈസ്. എനിക്ക് 2 റൗണ്ട് കിട്ടി. 3ാമത്തെ റൗണ്ടിൽ തന്നെ റിജക്റ്റഡ് ആയി. സോ സാരല്ല, നമ്മളടുത്തേൽ പിടിക്കില്ല. ഗായ്സ്, നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞ് എത്തി. 2 പേർക്കും കിട്ടിയില്ല. എനിക്ക് 2 സെക്ഷൻ കംപ്ലീറ്റ് ആയി. 3ാമത്തെ സെക്ഷനിൽ ഞാൻ റിജക്റ്റഡ് ആയി. ആര്യ ഫസ്റ്റ് സെക്ഷനിൽ റിജക്റ്റഡ് ആയി. പക്ഷെ 2 പേരും റിജക്റ്റ് ആയി. പക്ഷെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലോ, കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. ഇനി അടുത്ത ഇന്റർവ്യൂ ഇതിലെക്കാട്ടി പൊളിക്കൂലാര്യ. ഞങ്ങള് അടുത്ത ഇന്റർവ്യൂ സെറ്റാക്കതൊക്കെ പറയണ്ട. അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. അല്ല, ഓക്ക് ഇന്നലെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓൾ അതിൻ്റെ ഉള്ളിൽ പോയി വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു ഓക്കെ ആയിട്ടാണ് പോയിണ്ടായിരുന്നത്. വലിയ ഹോപ്പൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓക്കെയാണ്, സങ്കടമൊന്നും ഇല്ല എന്നൊക്കെ. അപ്പം ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റട്ടെ. ഇന്ന് രാത്രി നമ്മൾ 8 മണിക്ക് നേരെ മലപ്പുറത്തേക്ക് പോകും. അപ്പം ഇനി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കും.
ഗായ്സ് നമ്മളെ ബാംഗ്ലൂരത്തെ വാസം കഴിഞ്ഞോണ്ട് ഇന്റർവ്യൂ കിട്ടിയില്ല. അപ്പൊ ഇനി അടുത്ത ഇന്റർവ്യൂ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇനി നമ്മള് നേരെ നാട്ടിലേക്ക് പിടിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് നമ്മൾ നാട്ടിൽ പോവട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൽ കൂടുതലേക്കൊന്നും പറയല്ല ഗൈസ്, ഞാൻ ഭയങ്കര ഡെസ്പാണ്. പാത്തൊരു കിട്ടും അതിന് ഡസ്റ്റ് കാരണം മാറിയില്ല. ബിരിയാണി കൊടുന്ന് വെച്ചിട്ട് ലാസ്റ്റ് കിട്ടാത്ത, നമുക്ക് അത്രയും വിശന്നിരുന്നിട്ട് ബിരിയാണി തിന്നാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെ ആര്യ ഹായ്. ഗൈസ് നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. പാക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് രണ്ടാളെ കിഡ്നി വെക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോട്ടെ. So we are going. അപ്പൊ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ബാംഗ്ലൂരിൽ പോയിട്ട് എന്ത് ഞാൻ ഒരു ചോദിച്ചു തരണ്ട. അപ്പൊ വ്ളോഗ് ഫുൾ ആയിട്ട് ഇരുന്ന് കാണാം. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയം. ബൈ.